കിടപ്പ് മുറിയിൽ മലയാളി പുരുഷന്മാർ ചെയ്യണ ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്താ? എനിക്കെന്താന്ന് തോന്നുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, നമ്മൾ ഈ പ്രാക്ടീസിൽ നിന്ന് കാണുന്നത് ഈ സെക്ഷുവൽ ഇൻ്റർകോഴ്സ് പല സ്റ്റേജ് ഉണ്ട്. അതിൻ്റെ പല സ്റ്റേജും പിന്നെ അനാറ്റമി ഉണ്ട്, ശരീരഭാഗങ്ങളുണ്ട്. ഈ സ്റ്റേജസ് പുരുഷന്മാരിലും സ്ത്രീകളിലും എല്ലാ സ്റ്റേജസും ഡിഫറെൻറ്റ് ടൈമിങ്സ് ആണ്. അപ്പം അത് ആളുകൾക്ക് ആക്ച്വലി അറിയില്ല ഈ സ്റ്റേജസ് എന്താണെന്നും എത്ര ടൈം എടുക്കും, ഇതെന്ത് ചെയ്താൽ ഉണ്ടാവുമെന്ന് അറിയില്ല. മിസ്റ്റേക്ക് എന്ന് ഞാൻ പറയില്ല. അതായത് ബേസിക്കലി ഇപ്പം മൃഗങ്ങളെയൊക്കെ നോക്കി അവർ ഇൻസ്റ്റിങ്ക്റ്റ് വെച്ചാണല്ലോ റിലേഷൻ. അവരാരും സ്കൂളിൽ പോയി പഠിക്കുന്നില്ലല്ലോ. കുറേയൊക്കെ സ്വന്തം ഇൻസ്റ്റിങ്ക്റ്റ് ഫോളോ ചെയ്ത് നാച്ചുറലായിട്ട് ബയോളജിക്കലായിട്ട് പറ്റുന്ന കാര്യമാണ്. പക്ഷേ ആണും പെണ്ണും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. അതിൽ മേജർ ഡിഫറൻസ് ടൈമിംഗ് ആണ്. അപ്പോൾ ഈ പല സ്റ്റേജ് എന്ന് പറഞ്ഞില്ലേ, സ്റ്റേജ് ഓഫ് അറൗസൽ അങ്ങനെ ഉണ്ട്. ലാസ്റ്റ് സ്റ്റേജ് ആണ് ക്ലൈമാക്സ് വരുന്നത്. പ്ലാറ്റു സ്റ്റേജ് കഴിഞ്ഞിട്ട് ക്ലൈമാക്സ് വരുന്നത്. സ്റ്റേജസ് എന്തൊക്കെയാന്ന് പറയാ? അറൗസൽ, പിന്നെ തിയറട്ടിക്കലി എനിക്ക് ഓർമ്മ വരുന്നില്ല. പക്ഷെ ഫസ്റ്റ് സ്റ്റേജ് അറൗസൽ സ്റ്റേജ് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാവും. അതായത് ഒരു സ്ത്രീനെ കണ്ടാലോ അല്ലെങ്കിൽ ഒരു ന്യൂഡ് പിക്ചർ കണ്ടാലോ പുരുഷന്മാർക്ക് ഉണ്ടാവാം. സ്ത്രീകൾക്ക് എടുത്താലും ലൈക്ക് ഇവനെ തോട്ട് മതിയാവും. ലൈക്ക് ബുക്ക് വായിക്കുക അല്ലെങ്കിൽ ഒരു മൂവി കാണുക, അതൊക്കെ ചെയ്താലും ചിലവർക്ക് ഇതുണ്ടാവും. അപ്പൊ ആ ഫസ്റ്റ് സ്റ്റേജ് അല്ലെങ്കിൽ ചെറിയ ടച്ചോ എന്തെങ്കിലും ഒരു ജസ്റ്റ് കണ്ടാലും, അപ്പൊ ആ ഇനീഷ്യൽ സ്റ്റേജ് ജസ്റ്റ് ഫീലിങ്സ് വരുന്നതാണ്. അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റേജിൽ അപ്പൊ ആദ്യം കുറച്ച് ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ ബോഡിയിൽ കൂടും, ആ തോട്ട്സ് ഉണ്ടാവും. അത് കഴിഞ്ഞുള്ള സ്റ്റേജിൽ ഈ ഓരോ സ്റ്റേജിന്റെ ഡീപ്പനിങ് ആണ്. അപ്പൊ അത് പുരുഷന്മാരിൽ ഫസ്റ്റ് സ്റ്റേജ് മുതൽ ക്ലൈമാക്സ് സ്റ്റേജ് വരെയുള്ള ടൈമിങ് ആവറേജ് കുറവാണ്. ലൈക്ക് ചിലവർക്ക് 5 minutes, ചിലവർ 10 minutes, ചിലവർക്ക് 15 minutes, അങ്ങനെയാണ്. യൂഷ്വലി 5 to 10 minutes ആണ്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സ്ത്രീകളിൽ ഈ ടൈം 1/2 hour to മുകളിലാണ്. അത് ആ ഡിസ്പാരിറ്റി മനസ്സിലായോ? അതായത് പുരുഷന്മാര് തുടങ്ങി തീരുമ്പോഴത്തേക്കും സ്ത്രീകൾ തുടങ്ങിയിട്ടില്ല. ഈ ഫാക്ട് ആണ് ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക്, ദ ടൈമിങ്. അതായത് സ്ത്രീകൾ തുടങ്ങി കഴിഞ്ഞിട്ട് തീരാറാകുമ്പോഴേ ആണുങ്ങൾ തുടങ്ങാൻ പാടുള്ളൂ ബേസിക്കലി. ഇത് പ്രകൃതിയുടെ ഒരു വല്ലാത്തൊരു ചതിയാണ്. അത് ഭയങ്കര കഷ്ടമാണല്ലോ. ലൈക്ക് ഈക്വാളിറ്റി അവിടെ ഇല്ല. അല്ല, അത് പക്ഷെ ഞാൻ ഇതിനെ പറ്റി കേട്ട ഒരു തമാശ എന്താന്ന് വെച്ചാൽ, ഈ ഏതെങ്കിലും ഇത് നമ്മള് പുലികളൊക്കെ വന്ന് കടിച്ചു തിന്നുന്നതിന് മുമ്പ് പെട്ടെന്ന് തീർന്നു കഴിഞ്ഞാൽ ഒറിജിനലി അതുകൊണ്ടാണ്. അതായത് പണ്ട് മറ്റേ കാട്ടിലെ ഹണ്ടേഴ്സ് ആയിരുന്നു, they didn't have time. പിന്നെ അന്ന് ഈ 60 വയസ്സ് 70 വയസ്സും ജീവിക്കില്ല. അന്ന് 20 വയസ്സ് 30 വയസ്സ് വരെ തന്നെ ജീവിച്ചു മതി. അപ്പൊ എങ്ങനെയും വേഗം അടുത്ത ജനറേഷൻ ഉണ്ടാക്കിയിട്ട് പോവാ, അങ്ങനെ ഒരു ഐഡിയ ആയിരുന്നു പുരുഷന്മാർക്ക്. പക്ഷെ സ്ത്രീകൾ അകത്തിരിക്കുന്നവരാണല്ലോ, അവർക്ക് അത്ര ഇഷ്യൂ ഉണ്ടായില്ല. ബട്ട് ഈ സെക്ഷൽ ടൈമിങ് ഭയങ്കര ഡിസ്പാരിറ്റിയാ. പക്ഷെ ഇത് മനസ്സിലാക്കിയാൽ മതി. അതായത് യു ഹാവ് ടു ഗിവ് ഇനഫ് ടൈം. അതുകൊണ്ടാണ് ഈ ഫോർ പ്ലേ റോള് വരുന്നത്. കാരണം ബിക്കോസ് ദ ഫീമെയിൽ നീഡ്സ് ടു ഹാവ് ടു ഗോ ത്രൂ അവർ സ്റ്റേജ്. അപ്പൊ ഈ ഒരു സെക്കൻഡ് സ്റ്റേജ് തീർന്ന് തേർഡ് സ്റ്റേജൊക്കെ ആകുമ്പോഴാണ് ഫീമെയിൽസിന് ലൂബ്രിക്കേഷൻ ഉണ്ടാവുന്നത്. ഇതിനകത്ത് ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത്, ഇന്റർകോഴ്സിന്റെ സമയത്ത് ഒന്ന് വജൈന, മറ്റേത് പെനിസ്. വജൈനയുടെ അകത്തോട്ടാണല്ലോ പെനിസ് പോകുന്നത്. ഇറ്റ്സ് പെയിൻഫുൾ ഫോർ വിമൻ. ഇത് വേദന എടുക്കുന്ന ഒരു കാര്യമായിരിക്കും. ലൂബ്രിക്കേഷൻ ഇല്ലെങ്കിൽ ഇറ്റ്സ് ആക്ച്വലി ഡിഫിക്കൽട്ട്. പ്രോപ്പർ ആയിട്ടുള്ള അറൗസൽ ഇല്ലെങ്കിലും ഇത് പെയിൻഫുൾ ആണ്. അത് പുരുഷന്മാർ മനസ്സിലാക്കണം. ഇതെന്താ ഇവരൊരു മെക്കാനിക്കൽ എന്ന് വിചാരിക്കും. കാരണം എന്താന്ന് വെച്ചാൽ they have not gone through the stages. സൈലന്റ്ലി സഫറിങ്. അപ്പൊ അവർക്ക് ഇൻട്രസ്റ്റേ ഉണ്ടാവില്ല. കാരണം ഇത് പെയിൻഫുൾ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ they don't want to have it. ആർക്കാ പെയിൻ വേണ്ടേ? ആർക്കും പെയിൻ വേണ്ട. ഇത് നമ്മൾ ഹോളിഡേ പോണവരെ, നമ്മൾ നല്ല ഹോളിഡേ പോയി അടിപൊളി ഹോളിഡേ ആണെങ്കിൽ നമുക്ക് അവിടെ നമുക്ക് പിന്നെ പോവാം, നമുക്ക് വാലിൽ പോവാം, പിന്നെ പോവാം. അതേസമയം നമ്മൾ പോണ സമയത്ത് ഹോട്ടല് എല്ലാം ബ്രോക്കൺ ആണ്, ഒരു സാധനം വർക്ക് ചെയ്യുന്നില്ല, ഫ്ലൈറ്റ് എല്ലാം ഡിലേ, ഭയങ്കര ബാഡ് ഹോളിഡേ ആയിരുന്നു. നമ്മൾ പിന്നെ അവിടെ പോവില്ല. സെയിം ആണ്. അതായത് സെക്സ് നല്ല പ്ലഷറബിൾ എക്സ്പീരിയൻസ് ആണെങ്കിൽ they want to have it again and again. And if it's a complete experience. കംപ്ലീറ്റ് എക്സ്പീരിയൻസ്. ഈ സ്റ്റേജസ് പുരുഷന്മാർ ഈ 5-10 minutes ഇവരുടെ എല്ലാം ക്ലൈമാക്സ് കഴിഞ്ഞാൽ അവര് ദേ സ്ലീപ്പ് ഓഫ്. പലർക്കും അറിയില്ല ദാറ്റ്
ഫീമെയിൽസിന്, അതായത് സ്ത്രീകൾക്ക് ഈ ക്ലൈമാക്സ് ഉണ്ടെന്നുള്ള കാര്യം കുറെ പേർക്ക് അറിയില്ല. അത് അവര് എത്തിയോ ഇല്ലയോ എന്നുള്ളതും കുറെ പേർക്ക് അറിയില്ല. ഇത് സ്ത്രീകൾക്ക് തന്നെ അറിയില്ല ക്ലൈമാക്സ് ഉണ്ടെന്നുള്ള കാര്യം കുറെ പേർക്ക്. കാരണം അവരുടെ ജീവിതത്തിൽ അറിയാത്തവർ എങ്ങനെ അറിയും? അപ്പൊ അതാണ് ബേസിക് ഇത് മനസ്സിലാക്കേണ്ടത്. സ്ത്രീകൾക്ക് ഈ സ്റ്റേജ് ഒക്കെ ഉണ്ട്. ലാസ്റ്റ് അവർക്ക് ക്ലൈമാക്സ് അല്ലെങ്കിൽ എന്താ പറയാ മലയാളത്തിൽ രതിമൂർച്ച എന്നൊക്കെ സ്റ്റേജ് ഉണ്ട്. പക്ഷെ ഈ ഒരു പാർട്ട്ണർ രതിമൂർച്ച അനുഭവിക്കുന്നുണ്ടോ എന്ന് ഒരു പുരുഷനെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ബോഡി ലാംഗ്വേജ് എന്ന് മനസ്സിലാവും. എന്താന്ന് വെച്ചാൽ ലാസ്റ്റ് സ്റ്റേജില് ഈ ആദ്യം ബ്ലഡ് സർക്കുലേഷൻ കൂടും, മസിൽസ് ടൈറ്റ് ആവും, ഭയങ്കര ഇതൊക്കെ ഉണ്ടല്ലോ. ആ ലാസ്റ്റ് ഇതില് ഫീമെയിൽസിന് ആക്ച്വലി യൂട്രസ്, ട്യൂബ്സ്, വജൈന എല്ലാം ടോട്ടലി വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. ലൈക്ക് ഒരു റിത്മിക് മൂവ്മെന്റ് ഉണ്ടാവും ഫാസ്റ്റ് ആയിട്ട്. പിന്നെ ഇവർക്ക് ഇത്രയും 40 കെമിക്കൽസ് ബ്രെയിനിൽ റിലീസ് ആവും, ബോഡി ഫുൾ ടൈറ്റ് ആവും. ഒച്ചയമ്പോളം സിനിമയിലൊക്കെ കേൾക്കാറുണ്ടല്ലോ. അപ്പൊ ആക്ച്വൽ ഓർഗാസം അറിയാൻ പറ്റും. മനസ്സിലായോ? അത് പുരുഷന്മാർക്ക് അത് മനസ്സിലാവാഞ്ഞിട്ടാ. പക്ഷെ ഭയങ്കര കോമൺ ആണ് പെണ്ണുങ്ങൾ ഫേക്ക് ചെയ്യുന്നത്. ഓർഗാസം ഫേക്ക് ചെയ്യും. കാരണം എന്താന്ന് വെച്ചാൽ കുറെ നേരം ആയാലും ഇനി ഇവർക്ക് മടുക്കണ്ടെന്ന് ഓർത്തിട്ട് പെണ്ണുങ്ങൾ എന്നൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കും. ദ ട്രൂത്ത് ഇസ് ദാറ്റ് എത്ര ടൈം ഫോർ പ്ലേ കൂടുതൽ എടുക്കുന്നോ അത്രയും നല്ല ഓർഗാസം ഉണ്ടാവും. ഓർഗാസത്തിൽ തന്നെ ക്വാളിറ്റി ഡിഫറൻസ് ഉണ്ട്. പിന്നെ വേറൊരാളുകളുടെ വിചാരം ഈ പെനിട്രേഷൻ, വജാനയുടെ അകത്ത് ഇത് കുത്തി കയറ്റിയാൽ ഇവർക്ക് എന്തോ നല്ല സെൻസേഷൻ ആണെന്ന വിചാരം. പക്ഷെ ജനറലി അല്ല, അത്ര നല്ല സെൻസേഷൻ ഒന്നും അല്ല. നല്ല അറൗസ്ഡ് ആണെങ്കിൽ കുറച്ച് സെൻസേഷൻ ഉണ്ട്. അത് ലോവർ തേർഡ് ഓഫ് വജാന മാത്രമേ ഉള്ളൂ. കൊച്ചിറങ്ങി വരാനുള്ളത് അവിടെ അധികം നെർവ്സ് കൊടുക്കൂല. സ്ത്രീകൾക്ക് സെൻസേഷൻ കൂടുതൽ ഇരിക്കുന്നത് ക്ലിറ്റോറിസ് എന്ന് പറഞ്ഞ വേറൊരു അവയവമാണ്. അത് വജാനയുടെ ഒക്കെ മുകളില് യൂറിൻ പോകുന്ന ഇതിന്റെ മുകളിൽ ഒരു ബട്ടൺ പോലത്തെ സ്ട്രക്ചർ. പുരുഷന്മാരുടെ പെനിസിന് ഈക്വലന്റ് സ്ട്രക്ചറാണ് ക്ലിറ്റോറിസ്. ഏറ്റവും കൂടുതൽ നെർവ് എൻഡിങ്സ് ഉള്ളത് ക്ലിറ്റോറിസിലാണ്. അപ്പൊ അവിടെയാണ് ആക്ച്വലി സെൻസേഷൻ ഇരിക്കണേ. അവിടെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോഴാണ് ഓർഗാസം വരണേ, അല്ലാതെ ആക്ച്വൽ പെനിട്രേഷനിലല്ല. ഈ ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടെന്നുള്ളത് ആളുകൾക്ക് വലിയ ധാരണയുണ്ട്. ആളുകൾക്ക് എല്ലാവർക്കും അറിയില്ല. ഇങ്ങനത്തെ ഒരു അത് അവര് ബോഡി എക്സ്പ്ലോർ ചെയ്ത് കണ്ടുപിടിച്ചവരുണ്ട്. സ്ത്രീകൾക്ക് അറിയോ? സ്ത്രീകൾക്കും പലർക്കും അറിയില്ല. കാരണം ബോഡി എക്സ്പ്ലോർ ചെയ്യുന്നില്ലല്ലോ. അവർക്ക് പേടി, അവരുടെ ബോഡി തൊടാൻ പാടില്ല, പാപമാണ്. അപ്പൊ ഇപ്പത്തെ കുട്ടികൾക്ക് കുറച്ചും കൂടെ അറിയാം. ഇപ്പൊ എന്റെ ഒപ്പി വരുന്ന കുട്ടികൾക്ക് ഇതൊക്കെ അറിയാം. മുതിർന്ന സ്ത്രീകളൊക്കെ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരിങ്ങനെ വായം പിടിച്ചിരിക്കും. പലർക്കും അറിയില്ല. എന്തെങ്കിലും ഇങ്ങനത്തെ സാധനം ഉണ്ടെന്നുള്ള പറഞ്ഞത്. അനാറ്റമി, ബേസിക് ആയിട്ടുള്ള അനാറ്റമി അറിയില്ല. അത് സ്റ്റിമുലേറ്റ് ചെയ്താൽ ഓർഗാസം ഉണ്ടാവണേന്ന് അവർക്കറിയില്ല, പുരുഷന്മാർക്കും അറിയില്ല. ഈ ബേസിക് നോളജ് എല്ലാവരും കല്യാണം കഴിക്കണതിന് മുമ്പ് കിട്ടേണ്ട നോളജാണ്. നമ്മളിതിന് എന്തിനാ നാണക്കേട് വിചാരിക്കണേ? അതായത് അവര് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അവർ അത്ര ഹാപ്പി ആവുകയാണ്. ആ സന്തോഷം നമ്മൾ എന്തിനാ മാറ്റി വെക്കണേ? ഈ ജി സ്പോട്ട് എന്ന് പറഞ്ഞ സാധനം എന്താ? ജി സ്പോട്ട് എന്ന് പറയുന്നതിന് സിമിലർ ആണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജർമ്മൻ സയന്റിസ്റ്റ് കണ്ടുപിടിച്ച ഒരു ഇതാണ്. വജാനയുടെ അകത്തോട്ട് 2 സെന്റിമീറ്റർ ഉള്ളിൽ പോകുമ്പോൾ യൂറിത്രയുടെ തൊട്ട് താഴ്ത്ത് എന്ന് പറയണത്. പക്ഷെ അത് ഉണ്ടെന്നുള്ളത് അവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. അവിടെ സ്റ്റിമുലേറ്റ് ചെയ്താലും ഓർഗാസം ഉണ്ടാവും എന്നാ പറയണേ. പക്ഷെ കോമൺ ആയിട്ട് ക്ലിറ്റോറിസിൽ തന്നെ ഓർഗാസം ഉണ്ടാവണേ. മറ്റേത് അത്ര കോമൺലി റിപ്പോർട്ടഡ് അല്ല ഓർഗാസം അവിടെ നിന്ന് ഉണ്ടാവണത്. പക്ഷെ നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ ഈ സെക്ഷൽ എൻഹാൻസ്മെന്റിന് പുതിയ ട്രീറ്റ്മെന്റ് ഒക്കെ ഉണ്ട്. ജി സ്പോട്ട് ഇഞ്ചെക്ട് ചെയ്യുന്നതൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ കുറെ പുതിയ ട്രീറ്റ്മെന്റുകളൊക്കെ ഉണ്ട്. അപ്പൊ അത് എൻഹാൻസ് ചെയ്ത പ്ലഷർ ഓർഗാസം ഉണ്ടാവാനൊക്കെ ഉണ്ട്. പക്ഷെ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഇൻസ്റ്റിങ്, അതായത് വാച്ച് ദി അതർ പേഴ്സൺ. നമുക്ക് അറിയാലോ മറ്റേ ആള് വേദനയാണോ ഇല്ലയോ. ഇരുട്ടത്ത് വേണമെന്ന് ആര് പറഞ്ഞു? രാത്രി വേണമെന്ന് ആര് പറഞ്ഞു? ഇരുട്ടത്ത് വേണമെന്ന് ആര് പറഞ്ഞു? ഐ മീൻ ഇഫ് യു ആർ കംഫർട്ടബിൾ യു ക്യാൻ ഹാവ് ഇറ്റ് വെറെവർ യു ആർ കംഫർട്ടബിൾ വാട്ട് എവർ ടൈം. അതൊന്നും ആർബിട്രറിയാ. നിങ്ങൾക്ക് തീരുമാനിക്കാം, കപ്പിളിനെ തീരുമാനിക്കാം, കപ്പിളോ അല്ലെങ്കിൽ പാർട്ട്നേഴ്സിന് തീരുമാനിക്കാം എവിടെ വേണമെന്ന്. അതിനൊന്നും ഒരു നിയമമില്ല. പിന്നെ അതിൽ കുറച്ചൊരു ക്രിയേറ്റിവിറ്റി വേണം. ലൈക്ക് ഈ കുറെ ആൾക്കാർ വെറുതെ മിഷണറി പോസ്റ്റ് മാത്രം, അവർ ഈ പെനിട്രേഷൻ മാത്രം ട്രൈ ചെയ്യും. വേറൊരു ഡിഫറൻസ് എന്താണെന്നറിയോ? പുരുഷന്മാരുടെ പെനിസിലാണ് കൂടുതൽ നെർവ് എൻഡിങ്സ്, അവർക്ക് പ്ലഷർ കിട്ടണേ. സ്ത്രീകൾക്ക് ഹോൾ ബോഡി സെൻസിറ്റീവാ. അവർക്ക് ആ ഏരിയ അല്ല വേണ്ടത്. അവർക്ക് വേണ്ടത് ഹോൾ ബോഡി ടച്ചിങ് ആ വേണ്ടത്. മനസ്സിലായില്ലേ? ആദ്യമേ തന്നെ പോയിട്ട് ബ്രസ്റ്റിൽ ഇവിടെ തൊടുമ്പോ പെണ്ണുങ്ങള്
എത്ര വർഷം അറിയാവുന്ന ഭാര്യമാരാണെങ്കിൽ അൺകംഫർട്ടബിളാ. അത് അറൗസൽ കഴിഞ്ഞ് ലാസ്റ്റ് സ്റ്റേജിൽ മാത്രമേ ആ ഏരിയ ടച്ച് ചെയ്യാൻ പാടുള്ളൂ. ബാക്കി ഇപ്പൊ നെക്ക്, ബാക്ക്, അങ്ങനെയുള്ള എല്ലാ ഏരിയാസും പെണ്ണുങ്ങൾ ആക്ച്വലി സെൻസിറ്റീവാണ്. അതും ഈ ഹാർഡായിട്ടുള്ള മൂവ്മെന്റ്സ് അല്ല, ഏറ്റവും ജെന്റിൽ ആയിട്ടുള്ള സോഫ്റ്റ് ഒരു ഫെദർ ടച്ച് എന്ന് പറയില്ലേ, ആക്ച്വൽ ഫെദർ വെച്ച് ടച്ച് ചെയ്യണം. പലപ്പോഴും നമ്മൾ ഒരുപാട് ബലം പിടിക്കണ്ട, ഏറ്റവും ജെന്റിലായിട്ട് മതി. പിന്നെ ഞാൻ പറഞ്ഞില്ല ക്രിയേറ്റീവായിട്ട്. ഇപ്പൊ ഓരോ കപ്പിളിനും ഇഷ്ടമുള്ള രീതിയിൽ ഒരു ചേഞ്ചും വേണം. അവർ തന്നെ ടൈം സ്പെൻഡ്. ഈ ഫോർ പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ അവിടെ എവിടെയും പിടിക്കണതായിരിക്കില്ല. വൈകുന്നേരം സെക്സ് എങ്കിൽ ചിലപ്പോൾ രാവിലെ ആയിരിക്കും ഫോർ പ്ലേ തുടങ്ങണേ. അതായത് നമ്മള് കിച്ചണിൽ ജോലി ചെയ്തോണ്ടിരിക്കുമ്പോ ബാക്കിയോടെ പോയി എന്തെങ്കിലും ഒന്ന് തട്ടുക, മുട്ടുക, ഒന്ന് വർത്താനം പറയാ, ചിരിക്കുക, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞില്ലേ ഒരു അപ്രിസിയേഷൻ, ഒരു താങ്ക് യു, അല്ലെങ്കിൽ ഒന്ന് പുറത്ത് എവിടെയെങ്കിലും ഒരുമിച്ച് നടക്കാൻ പോവാ, സിനിമയ്ക്ക് പോവാ, ചായ കുടിക്കാൻ പോവാ, ഇതൊക്കെ ഫോർ പ്ലേയാ. ഈ കാമസൂത്രയിൽ എന്താ അവർ പറയണെന്നോ, കുറെ പൊസിഷൻസ് അല്ല പറയണേ, ഹൗ ടു പ്രിപ്പയർ എ വുമൺ ഫോർ ഇത് റിലേഷൻഷിപ്പാ പറയണേ. അതിന് 7 ദിവസം അവർ പറയണേ, നിങ്ങൾ 7 ദിവസം ശ്രമിക്കണമെന്ന് സ്ത്രീനെ സന്തുഷ്ടിയാകാൻ. അതായത് അവരെ ഹാപ്പി ആക്കി 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 ദേ ഷുഡ് ബി ഇൻ എ സ്റ്റേജ് വെർ ദേ ആർ റെഡി ഫോർ ദാറ്റ്. അതുപോലെ സ്നേഹിച്ച് അതുപോലെ ഇത് ചെയ്യണം. നല്ല പണിയുണ്ട്, നല്ല പണിയുണ്ട്. നമ്മൾ ഫുൾ ടൈം ജോലി അതിന് നമ്മൾ സമയം കൊടുത്താ അതൊരു എൻജോയബിൾ, അതൊരു ടാസ്ക് ആയിട്ട് കാണണ്ട. പക്ഷെ ജനറലി ആണുങ്ങൾക്ക് ടെൻഡൻസി ആ കരാസിങ്ങിനും റൊമാൻസിനും ഇഷ്ടമല്ല അല്ലെ. ആണുങ്ങൾക്ക് റൊമാൻറ്റിക് സിനിമ ആണ് പോലും ഇഷ്ടമല്ല പലവർക്കും. ഈ കെട്ടിപ്പിടിച്ച് കിടക്കാനും ഇരിക്കാനും ഒന്നും അവർക്ക് അത്ര താല്പര്യമില്ല. അവിടെയാണ് പ്രശ്നം. ഇത് അറിഞ്ഞ് പിന്നെ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, ഇതിനെക്കുറിച്ച് സംസാരിക്കാമല്ലോ. ലൈക്ക് സെക്സ് ഇപ്പോൾ എനിക്ക് വേദന ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എനിക്ക് ഇതായില്ല എന്നൊക്കെ ഭാര്യയ്ക്ക് പറയാം. തിരിച്ചും ഇത് ശരിയായോ എന്ന് ഭർത്താവിനും ചോദിക്കാം. വെദർ യു വാണ്ട് ഇറ്റ് എന്നും ചോദിക്കാം. ഇത് കുറേ പേര് നടക്കുന്നത് സത്യം പറഞ്ഞ മാരൈറ്റൽ റേപ്പാണ്. പിന്നെ ആണുങ്ങൾ വിചാരിക്കും കല്യാണം കഴിക്കുമ്പോൾ ഓക്കെ ഫസ്റ്റിൽ തന്നെ ചെയ്തില്ലെങ്കിൽ നമ്മൾ ആണല്ല, ആണത്വമില്ല, കൾച്ചറലി കുറച്ച് ആളുകൾക്കുണ്ട്. പക്ഷെ ഇറ്റ്സ് ആക്ച്വലി റേപ്പ്. റേപ്പാണല്ലോ. പെണ്ണ് യങ്ങാണേലും ഒന്നും അറിയില്ല, ഇതൊക്കെ ചെയ്യണായിരിക്കും എന്ന് വിചാരിച്ചത് സഹിച്ചു മിണ്ടാണ്ട് കിടക്കും. വാട്ട് ഇസ് ഇറ്റ്? റേപ്പല്ലേ? മൊത്തത്തിൽ ഇവർക്കൊക്കെ എവിടെയാണ് എന്താ ചെയ്യേണ്ടത് പോലും അറിയാത്ത ഒന്നും അറിയില്ല. ഫുൾ ബ്ലാക്ക് ആൻഡ് ബ്ലൂ ആയിരിക്കും. ലൈക്ക് at the end of the day, education and open communication and understand the other person. ഈഗോ ഒക്കെ മാറ്റി വെച്ചിട്ടേ എന്താ ഇന്ന് നമുക്ക് പറ്റുമോ? ലൈക്ക് കുറെ ആളുകൾക്ക് ഇങ്ങനെ കോഡ് വേർഡ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഭയങ്കര രസമല്ലേ? ആൾക്കാർ ഈ സെക്ഷൽ റിലേഷൻ പബ്ലിക് ആയിട്ട് പറയുന്ന ഒരു കോഡ് വേർഡ്. ഇന്ന് നമുക്ക് വൈകുന്നേരം പരിപാടി പരിപാടി ഒന്നായിരിക്കില്ല, വേറെ എന്തെങ്കിലും കോഡായിരിക്കും. ഉണ്ടോ അപ്പൊ അങ്ങനെ വൈകിട്ടാവണമെന്നില്ല. പിന്നെ പല സ്ഥലത്ത് പിന്നെ അവര് പറയുന്നത് നമ്മൾ മാറി നിന്നാല് ലൈക്ക് ഈ ഹോട്ടലിലൊക്കെ സ്റ്റേ ചെയ്ത്, അതായത് യു ഡോണ്ട് ഹാവ് എനി ഹെഡ് ഏക്ക്. അപ്പൊ സെക്സിന് ഏറ്റവും നല്ലത് അവർ ആക്ച്വലി സയന്റിഫിക്കലി പറയുന്നത് മാറി വേറെ സ്ഥലത്ത് നിൽക്കാനാ. So you can, I mean, if you can have it with വേറെ പെണ്ണുങ്ങളുടെ അടുത്തൊന്നും പോണ്ട, you can have creative sex with your own partner. It doesn't have to be the same. നമ്മള് പാപങ്ങളൊന്നും അല്ലല്ലോ. ലൈക്ക് യു ഡോണ്ട് ഹാവ് ടു ബി ഓൾവേസ് ഈ മിഷണറി മാതിരി ആവണ്ട. അതിനകത്ത് വേറെ എലിമെന്റ്സ് ആഡ് ചെയ്യാം. എന്തൊരു നന്നായിട്ട് ചെയ്യാൻ പറ്റും. പലതും കുറെ ടാബൂസ് ഒക്കെ ഉണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ ഫോർ ഓറൽ സെക്സ് അത് രണ്ടാളും ഡിസൈഡ് ചെയ്ത് ഇതിന് ഒരു ലിമിറ്റും ഇല്ല, ഒരു കുഴപ്പമില്ല. പൊസിഷൻസ് തന്നെ 10,000 പൊസിഷൻസ് പറ്റും. ശരി, എക്സസൈസ് ഒക്കെ ചെയ്യണമെന്നുള്ളൂ. ഫ്ലെക്സിബിലിറ്റി നാളെ തന്നെ ജിമ്മിൽ പോയി. അത് ഞാൻ പറഞ്ഞു തരുന്നത് ബേസിക്കലി ഈ പ്രോപ്പർ നോളജ് ഓഫ് അനാറ്റമിയും ഇതുണ്ടെങ്കിൽ പീപ്പിൾ ക്യാൻ ഹാവ് എ വെരി ഗുഡ് റിലേഷൻഷിപ്പ്, ഫുൾഫില്ലിങ്. പിന്നെ ഇത് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. ഓർഗാസം ഉണ്ടാകുമ്പം ഈ 40 കെമിക്കൽസ് ബ്രെയിനിൽ റിലീസ് ആവില്ലേ, അതിൽ ഓക്സിറ്റോസിൻ, ഡോപ്പമീൻ, കുറേ സാധനങ്ങളുണ്ടല്ലോ. ഇതെല്ലാം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. സോ ഇറ്റ് വിൽ കീപ് യു ഹെൽത്തി. ഓർഗാസം ഉണ്ടാവുന്നത് പെണ്ണുങ്ങൾക്ക് ഹെൽത്തിയാണ്. കുറേ പ്രോബ്ലംസ് ഇപ്പം ഈ യൂട്രസ് സംബന്ധിച്ച് കുറേ അസുഖങ്ങൾ മാറിക്കിട്ടും. ഇൻഫെർട്ടിലിറ്റിക്ക് തന്നെ ഇതെല്ലാം ഹോർമോൺസ് ഒക്കെ കറക്റ്റ് ആവും. PCOS ഒക്കെ ഭയങ്കര നല്ലതാ. ആൻഡ് ഇറ്റ് ബേൺസ് കാലറി ഡിപ്പെൻഡിങ് ഓൺ ഹൗ മച്ച് ടൈം യു ടേക്ക്. 300 to 500 കാലറി ബേൺ ചെയ്യാൻ ജിമ്മിൽ പോകണ്ട, ഇത് തന്നെ ജിമ്മാണ്. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. ആൻഡ് ദെൻ യു ഗെറ്റ് ദറ്റ് ഇമോഷണൽ ബോണ്ടിങ്. ഇപ്പം എല്ലാം കൊണ്ടും നല്ലതാ. കുട്ടികളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് മാറ്റി കിടത്തണം. അവരെ നടുക്കെടുത്ത് ഇതൊന്നും നടക്കില്ല. കുറെ ആൾ
ആൾക്കാർ 5 വയസ്സ് 10 വയസ്സാവണവര് അവരെ നടുക്ക് തന്നെ കിടത്തും. പിന്നെ ചിലരൊക്കെ റൂമിൽ നിന്ന് പുറത്ത് രാവിലെ കുട്ടി വേറെ റൂമിൽ എഴുന്നേക്കും. അങ്ങനെയാണോ? മുമ്പ് നമ്മളൊരു ഇന്റർവ്യൂ ചെയ്തപ്പോൾ ഒരു ഗസ്റ്റ് നമ്മളിങ്ങനെ ഫെമിനിസത്തെ പറ്റിയും ഒക്കെ സംസാരിക്കായിരുന്നു. അപ്പം ആളോട് നമ്മൾ പറഞ്ഞു പുരുഷന്മാർക്ക് നഗ്നതയോട് പ്രത്യേകിച്ച് താല്പര്യമുണ്ട്, സ്ത്രീകൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഡോക്ടറിന്റെ അഭിപ്രായം എന്താ? അത് ആക്ച്വലി ഫിസിയോളജിക്കലി അങ്ങനെയാ. ആണുങ്ങൾ കുറച്ചും കൂടി വിഷ്വലാ, പെണ്ണുങ്ങൾ കുറച്ചും കൂടി ഇമാജിനേഷനാ. ഇറ്റ്സ് പ്രൂവൺ, ബയോളജിക്കലാണ്. അപ്പം ഈ ഫോണില് പെണ്ണുങ്ങൾ നോക്കില്ല. ഈവൻ ലൈക്ക് നമ്മളിപ്പോ റോട്ടിൽ കൂടെ നടന്നാലും പെണ്ണുങ്ങൾ ആണുങ്ങളെ അല്ല നോക്കുക, പെണ്ണുങ്ങൾ ഡ്രസ് ചെയ്ത് തന്നെയാ നോക്കുക. ആണുങ്ങൾ പെണ്ണുങ്ങളെ നോക്കും, പെണ്ണുങ്ങളെ നോക്കും. ഒബ്വിയസ്ലി ന്യൂഡിറ്റി ഇതൊന്നും ജനറലി പെണ്ണുങ്ങളെ അറൗസ് ചെയ്യില്ല. അപ്പൊ അത് പെണ്ണുങ്ങൾ നോക്കണത് ഭയങ്കര കുറവാ. ഇൻഫാക്ട് അവേർഷനാ, ഒരു അറപ്പ ഉണ്ടാവുക. സോ അതങ്ങനെയാ, ബേസിക് ഫിസിയോളജി അങ്ങനെയാ. ഒരു പെൺകുട്ടി വളർന്നു വരുമ്പോ അച്ഛന്മാര് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഏത് പ്രായത്തില? ഒരു കൗമാരത്തിലോട്ടൊക്കെ വരുമ്പോ. കൗമാരത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് എത്ര അറ്റാച്ച്മെന്റ് ഉണ്ട് പെൺകുട്ടി എന്നനുസരിച്ചിരിക്കും. ഞാൻ പല ലെവല് കണ്ടിട്ടുണ്ട്. ചില ഫാദേഴ്സ് ഭയങ്കര ഫ്രീ ആൾക്കാരുടെ അടുത്ത് ഭയങ്കരമായിട്ട് മിണ്ടും എല്ലാം ചെയ്യും. അത്ര ഫ്രീ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ നമുക്ക് എല്ലാം പറയാം, ഒരു കുഴപ്പമില്ല. ഫാദറിനോടും മദറിനോടും ഓപ്പൺലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ഒരു പ്രശ്നമില്ല. കാരണം എന്താ വെച്ചാൽ അത്ര ഓപ്പൺ ആയിരിക്കണം. നമ്മൾ ഒന്നും മിണ്ടാതെ പോയിട്ട് വൺ ഫൈൻ ഡേ പോയി ഇങ്ങനത്തെ സബ്ജക്റ്റ് ഒന്നും മിണ്ടാൻ പറ്റില്ല. ബട്ട് ഇഫ് യു ഹാവ് എ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഓൾവേസ് ഫാദർ ക്യാൻ ടോക്ക് ഇൻ ഇറ്റ്. ഇന്നാളെ എനിക്കൊരു പേഷ്യന്റ് വന്നായിരുന്നു. ആ പേഷ്യന്റ് ഫാദറിന് അതിന്റെ വെജൈനൽ ഏരിയയിൽ എന്തോ ഒരു ഡിഫക്റ്റ് അതിന് ഫീൽ ചെയ്തിട്ട് അത് ഫാദറിനെ കാണിച്ചു. ഞാൻ പറഞ്ഞു എന്റെ ദൈവമേ ഫാദറിനെ കാണിച്ചു. അപ്പൊ ഞാൻ പറയാം അത്ര വേണ്ടായിരുന്നു. ഇല്ല, ഐ ഹാവ് എൻ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ വിത്ത് ഹിം, ഹി അണ്ടർസ്റ്റാൻഡ്സ്. മനസ്സിലായില്ലേ? അത് എക്സ്ട്രീം കേസ്. വട്ട് ഐ എം സേയിങ് ഇസ് ദാറ്റ് യു ഷുഡ് നോ വാട്ട് ദേ ആർ. വളർത്തിക്കൊണ്ടിരുമ്പോ എല്ലാ ദിവസവും അവരോടും മിണ്ടുക, ഭയങ്കര ഹാപ്പി ആയിരിക്കും. പെൺകുട്ടികൾ ഇപ്പോഴും ഫാദേഴ്സിനോട് അറ്റാച്ച്ഡ് ആണല്ലോ. പലപ്പോഴും അമ്മമാരായിരിക്കും ഓപ്പൺലി മിണ്ടണേ, പക്ഷെ ചില ഫാമിലീസിൽ ഫാദേഴ്സുമായിട്ട് ഓപ്പൺലി മിണ്ടുന്ന പെൺകുട്ടികളുണ്ട്. എന്തും പറയാൻ പറ്റണം, അതിനാണല്ലോ അച്ഛൻ എന്ന് പറയുന്നത്. കേരളം ചർച്ച ചെയ്യേണ്ട മേഖലകളിലൂടെയാണ് നമ്മൾ പോയത്. സ്ത്രീ സ്വാതന്ത്ര്യം, ലൈംഗികത, കുടുംബം, കുടുംബ ബന്ധങ്ങൾ, വളരെ ഓരോ സ്റ്റേജിലെ ഹെൽത്ത് പ്രശ്നങ്ങളും. നമ്മുടെ ചാനലിന്റെ ഉദ്ദേശം തന്നെ ഇങ്ങനെ പൊതുവെ ആളുകൾ സംസാരിക്കാത്ത കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ളതാണ്. ഡോക്ടർ ഇവിടെ കുറെ അധികം റിസ്ക് എടുത്തിട്ടാണ് ഡോക്ടർ വന്നിട്ടുണ്ടാവുക. ഇങ്ങനെ പൊതുവെ ആളുകൾ പറയാത്ത കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു. അപ്പം എന്താണ് ഡോക്ടറിന്റെ ഒരു വ്യൂ പോയിന്റ്? എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഞാനിപ്പം 30 വർഷം പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഡേ ഇൻ ആൻഡ് ഡേ ഔട്ട് കാണുന്ന പ്രോബ്ലംസ് ഇതാണ്. ഞങ്ങൾ ഒപ്പിയിൽ ഇത് തന്നെയാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഡയബറ്റിസ്, വയറിന്റെ പ്രശ്നം സംസാരിക്കണ പോലെ, ബ്രെയിനെ കുറിച്ച് സംസാരിക്കണ പോലെ തന്നെയാണ് യൂട്രസും വജൈനയും. എനിക്ക് അതിനോട് ഇതൊന്നുമില്ല. സെക്സ് എന്ന് പറയണത് അതുപോലെ തന്നെ, വിശപ്പിന് ഭക്ഷണം കഴിക്കുന്നു അതുപോലെ ഞാൻ അതിന് ഈക്വൽ ആയിട്ടാണ് കാണുന്നത്. ഒന്ന്. സെക്കൻഡ് തിങ്, എൻ്റെ ജോബിൽ ചെയ്യുമ്പോൾ ഞാൻ ഇതിനെ സയന്റിഫിക് ആയിട്ടാണ് കാണുന്നത്. സയന്റിഫിക് ആയിട്ട് കാണുന്ന ആൾക്കാർ സയന്റിഫിക് ആയിട്ട് പ്രോപ്പർ എഡ്യൂക്കേഷൻ കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. നമുക്ക് അതിൻ്റെ ഒരു ഡെഫിഷ്യൻസി ഉണ്ട്. എനിക്ക് ഈ ലൈഫ് കൊണ്ട് എന്തെങ്കിലും പഠിച്ചെങ്കിൽ എനിക്ക് ഈ സൊസൈറ്റിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റണം. ഇഫ് ഐ ക്യാൻ ചേഞ്ച് വൺ ലൈഫ്, ഒരു ഫാമിലീനെ എനിക്ക് സേവ് ചെയ്യാൻ പറ്റുമെങ്കിൽ എൻ്റെ അച്ചീവ്മെൻറ്റാ. ഒരാൾ ഹാപ്പി ആവുന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് എന്തെങ്കിലും പഠിച്ചിട്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സൊസൈറ്റിയിൽ മേജർ ചേഞ്ചസ് വരണമെങ്കിൽ നമ്മൾ പുറത്തൊന്ന് സംസാരിക്കണം. എപ്പോഴും നമ്മൾ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ മൈൽ സ്റ്റോൺസ് ഉണ്ട്, ഓരോ ആൾക്കാരുണ്ട്, ചേഞ്ച് വരുത്തിയ ആൾക്കാരുണ്ടല്ലോ. ഫ്ലോറൻസ് നൈറ്റിംഗേൽ ഉണ്ട്, മദർ തെരേസ ഉണ്ട്, റസിയ സുൽത്താന, ഇപ്പൊ ഗ്രേറ്റ തുൺബർഗ് ഇല്ലേ, മലാല ഉണ്ട്. അവരൊക്കെ അവരുടെ കൾച്ചർ എന്ന് പറയാൻ പാടാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടല്ലേ അവർ പുറത്ത് വന്നത്. അപ്പൊ എനിക്ക് അത് ചെയ്യാൻ പറ്റിയിട്ട് ഞാൻ ചെയ്തില്ലെങ്കിൽ എൻ്റെ ലൈഫ് കൊണ്ട് എന്താ കാര്യം? ഞാനിങ്ങനെ പ്രാക്ടീസ് ചെയ്തു, മരിച്ചു, അങ്ങനെ പോയിട്ട് കാര്യമില്ലല്ലോ. എനിക്ക് എന്തെങ്കിലും ഈ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഐ വോണ്ട് ടു ഗിവ് ദിസ് നോളജ് ആൻഡ് ഇൻഫർമേഷൻ.
അതിനെ ഞാൻ ചീത്തയായിട്ട് തെറിയായിട്ട് കാണുന്നില്ല. ആൻഡ് ഇതിന് ആക്ച്വലി ഈ സബ്ജക്റ്റ് എനിക്ക് പച്ചയായിട്ട് പുറത്ത് സംസാരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ലൈക്ക് ഞാൻ യങ് ആയിരിക്കുമ്പോൾ എനിക്കത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഞാൻ പ്രായമായി, യങ്ങൊക്കെയാണ്, അത് മൈൻഡിൽ യങ്ങാണ്. പക്ഷെ മക്കളുടെ ഇങ്ങനെ ലൈക്ക് വലുതായി പോയി, കുട്ടികളൊക്കെ കല്യാണമൊക്കെ കഴിഞ്ഞു, അവർ പോയി. അതായത് ഐ എം ഇൻ എ സ്റ്റേജ് വെർ ഐ ക്യാൻ സേ എനിത്തിങ്. ആൻഡ് ഞാനൊരു സ്ത്രീയെ, ഞാൻ എല്ലാ പ്രശ്നങ്ങളും ഞാനും അനുഭവിച്ചിട്ടുള്ളതല്ല എൻ്റെ ലൈഫിൽ. അറ്റ് സം പോയിന്റ് ഐ വോണ്ട് ടു ബി ഓൾസോ ഈക്വൽ. എനിക്കും പറയാൻ പറ്റണം. ആൻഡ് ഐ ഫീൽ ഗുഡ് അബൌട്ട് ഇറ്റ്. സ്ത്രീയായിട്ട് ഐ ക്യാൻ ടോക്ക് അബൌട്ട് ദിസ് സബ്ജക്ട്. You've done very well. Thank you so much. Thank you.